ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ. ആരെങ്കിലും പെണ്ണിനെ മോഹിച്ചാണ് പലായനം ചെയ്യുന്നതെങ്കിൽ, ഹിജ്റ ചെയ്യുന്നതെങ്കിൽ, അള്ളാന്റെ തൃപ്തി അവർക്കില്ല, റസൂലുള്ളാന്റെ തൃപ്തി അവർക്കില്ല. അവളെ അവൻ വിവാഹം കഴിച്ചുകൊണ്ട് പോയിക്കോട്ടെ, അള്ളാഹു റസൂലും അതനുവദിക്കുന്ന കാര്യമേ അല്ല. അന്നേ അള്ളാഹു തആല ഒളിച്ചോട്ടത്തെ നബി തങ്ങൾ നിരോധിച്ചു. ഒളിച്ചോട്ടം, പെണ്ണുങ്ങളുമായിട്ട് ആണുങ്ങളായിട്ടുള്ള ഒളിച്ചോടം നബി തങ്ങൾ അന്നേ നിരോധിച്ചു. അങ്ങനെ പോകുന്നവർ അത് അള്ളാഹ് റസൂലിനാക്കി വേണ്ടില്ല, അതിനെ ഇസ്ലാം വിട്ട് നിങ്ങൾ കൂട്ടിക്കൊഴിക്കല്ലേ. പിന്നെ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം ആരെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ടോ? ഏയ്, ഖുർആൻ തന്നെ പറയുന്നല്ലോ വ്യക്തമായിട്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ ലനാ അഅ്മാലുനാ വലകും അഅ്മാലുകും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ ലകും ദീനുകും വലിയ ദീൻ. ഈ പറഞ്ഞ ആയത്തുകളിലെല്ലാം അല്ലാഹ് പറഞ്ഞ എന്താ? നമുക്ക് നമ്മുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. നമുക്കിവിടെ മതത്തിന്റെ പേരിൽ പരസ്പരം അടിക്കാനോ സംഘർഷം ഉണ്ടാക്കാനോ വേണ്ട. നബിയെ ആരെയും നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവരല്ലേ നബിയെ. അള്ളാഹുവിന്റെ റസൂലാണ്, പരിശുദ്ധ ഇസ്ലാമാണ് ആദ്യമായി മതപരിവർത്തന നിരോധന ബില്ല് പാസാക്കിയത്. ഇസ്ലാമ മതപരിവർത്തന നിരോധന ബില്ല് പാസാക്കിയത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ആരെയും നിർബന്ധിപ്പിക്കരുതേ, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുതേ. പരിശുദ്ധ ഖുർആൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അന്യമതക്കാരെ വേദനിപ്പിക്കരുത്, അവരെ തെറി പറയരുത്, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുത്. ഇസ്ലാം പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ സത്യസന്ധമായ വിധികളെ വിളിച്ചു പറയുക. ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ പോട്ടെ, അവന്റെ പാട്ടിനെ. പിന്തിരിഞ്ഞു പോകുന്നവന്റെ സംരക്ഷകനായി നബിയെ അങ്ങേ ഞാൻ നിയോഗിച്ചിട്ടില്ല. അങ്ങ് എത്ര കൊതിച്ചാലും എല്ലാവരെയും വിശ്വാസികളാക്കാൻ പറ്റൂല. ഇതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താ? ഇവിടെ ആരും ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. എന്റെ ഹൈന്ദവ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, എന്റെ ക്രൈസ്തവ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഇസ്ലാം ലോകത്ത് നൽകുന്ന സമ്മാനമാണ് സമാധാനം, സന്തോഷം. സമാധാനം, സന്തോഷം ലോകത്ത് നൽകുന്നു. ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആരാധനാലയങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തെന്നറിയോ? ഹയ്യനാ റബ്ബനാ ബിസ്സലാം. ലോക സമാധാനം നൽകണമേ. ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ കണ്ടാൽ കൈമാറുന്ന മെസ്സേജ് എന്താണ്? അസ്സലാമു അലൈക്കും. അത് ആ മുസ്ലിമിനെ കൊല്ലണമെന്നല്ല അതിന്റെ അർത്ഥം, അവനെ വെട്ടണമെന്നല്ല അതിന്റെ അർത്ഥം. സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ. മറുപടി വഅലൈക്കും അസ്സലാം, തദൈവ, നിനക്കും അതുണ്ടാകട്ടെ. ഓരോ മുസൽമാന്റെ നമസ്കാരത്തിൽ ലോക സമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മതം ഇസ്ലാമാണ്. ഇവിടെ വൈരുദ്ധ്യമില്ല, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ചിലപ്പോൾ വൈരുദ്ധ്യം കാണും. ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്, സാധുക്കളായ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുമുണ്ട്. ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ദ്രാവണോദീതോ ബ്രാഹ്മണോ മദൈവതം. സകലവിധ അനുഗ്രഹങ്ങളും ബ്രാഹ്മണ മതക്കാർക്ക് ഉണ്ടാകട്ടെ. അപ്പൊ ബാക്കിയുള്ള പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ എന്താ ചെയ്യാ? ബ്രാഹ്മണർക്ക് മാത്രമല്ല അനുഗ്രഹം ഉണ്ടാകേണ്ടത്, സകല മനുഷ്യർക്കും ഉണ്ടാകണം. സ്വസ്തി പ്രജാഭ്യാ പരിപാലേന്താം രായേണ മാർഗേണ മഹീമഹീംഷാ ഗോബ്രാഹ്മണേഭ്യാ സുഖമസ്തു നിത്യാ ലോകാ സമസ്താ സുഖിനോ ഭവന്തോ. സമസ്ത ലോകങ്ങളും സൗഖ്യത്തിൽ ഭവിക്കട്ടെ എന്ന് മറ്റൊരു പ്രമാണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഹൈന്ദവ പുരാണങ്ങൾ, ഹൈന്ദവ ആദർശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സമാധാനമാണ്. സമാധാനാദർശമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മതത്തിന്റെയും ഉള്ളടക്കങ്ങൾ സമാധാനമാണ്. ഈ ഓം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓം ജയ് ജഗദീശ് ഹരേ, ജയ് ജഗദീശ് ഹരേ,
भक्त जनों की संगड़, दास जनों की संगड़ क्षण में दूर करे। ओम जय जगदीश हरे। मातृ पिता तुम मेरे शरण पड़ो किसकी, स्वामी शरण पड़ो किसकी। दाता है तुम मेरे, दाता है तुम मेरे, कृपा करो स्वामी। ओम जय जगदीश हरे. എന്താ അതിന്റെ അർത്ഥം? കൃപാകരോ, ഞങ്ങൾക്ക് ശാന്തിത സമാധാനന്ത, ഓം 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 എന്ന് വിളിച്ചു പറയുന്നു. എന്താ ഈ ഓമിന്റെ അർത്ഥം? ഓം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങൾ അടങ്ങിയതാണ് ഈ ഓം. ഓം അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. പ്രവണോപനിഷത്ത് പരിശോധിച്ചാൽ ഈ ഓംകാര ശബ്ദത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന 13 സൂക്തങ്ങൾ അതിനകത്തുണ്ട്, 13 മന്ത്രങ്ങൾ. അതിൽ കാണാം ഓം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങളുടെ സമന്വയമാണ്. ആ ഉ മ, ആ ഉ മ, ഈ 3 അക്ഷരങ്ങൾ അടങ്ങിയതാണ് ഓം. ഔം എന്നാണ് ഉച്ചരിക്കുക. ഔം. യഥാർത്ഥ പൂജാരിമാർ അത് ഉച്ചരിക്കുമ്പോൾ അങ്ങനെയാണ്. ഓം നമോ നാരായണായ നമഃ, ഓം നമോ നാരായണായ നമഃ, ഓം തേജോസി തേജോമയി ദേഹി, ഓം ബലോസി ബലോമയി ദേഹി, ഓം ഊർജോസി ഊർജോമയി ദേഹി, ഓം വീര്യോസി വീര്യോമയി ദേഹി. ഓംകാര ശബ്ദമേ, ഓംകാര ശബ്ദമേ, അനിത്യമാകുന്ന അന്ധതയിൽ നിന്നും നിത്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അജ്ഞാനമാകുന്ന അന്തരീക്ഷത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കണമേ. മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിക്കണമേ. ഓംകാര ശബ്ദത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഓം? ഈ ഓം എന്ന ഈ ഒരു അടയാളം ഈ ഓമിനകത്ത് അടങ്ങിയിരിക്കുന്ന 3 അക്ഷരങ്ങളാണ്. ഹൈന്ദവ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. ആ ഉ മ, ആ അനാദി, 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 അജയ്യൻ, അതിപരാശക്തി, ആദ്യൻ, അന്ത്യൻ. അതാരാണ്? അല്ലാഹ്. അബൂബക്കർ നൽകുന്ന മറുപടിയല്ല. പ്രവണോപനിഷത്ത് എടുത്ത് പരിശോധിച്ചാൽ കാണാം 13 ശ്ലോകങ്ങളുള്ള ഈ ഓംകാര ശബ്ദത്തെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന ഒരു കിതാബാണ്, ഗ്രന്ഥമാണ്. അപ്പൊ അനാദിയായ ദൈവം, ഊ ഉദ്ധരിക്കുന്നവൻ അവനാണ്, മാ മരിപ്പിക്കുന്നവനും അവൻ തന്നെയാണ്. അതാണ് ആ ഊ മാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ ഉള്ളടക്കം തന്നെ. അപ്പൊ ഈ ഒരു ഓമിന്റെ പേരിൽ നമ്മൾ പരസ്പരം അടിക്കുകയോ, ഒരു ചന്ദ്രക്കലയുടെ പേരിൽ പരസ്പരം അടിക്കുകയോ, ഒരു നമസ്കാര തഴമ്പിന്റെ പേരിലോ തൊപ്പിയുടെ താടിയുടെയോ അതല്ലെങ്കിൽ ചന്ദനക്കുറിയുടെ പേരിലോ നമ്മൾ തമ്മിലടിക്കുകയോ ചെയ്യാൻ പാടില്ല. ഹൈന്ദവ പുരാണത്തെ വിശ്വസിച്ച് ജീവിക്കുക ഹൈന്ദവ സുഹൃത്തുക്കൾ. മഹീം സ്യാദി സർവഭൂതാനി നിവർത്തിസ്തു മഹാഫല. യജുർവേദം പഠിപ്പിക്കുന്നു, സകലമാന വിപത്തുകളിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആരെയും നിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല. ഋഗ്വേദം പഠിപ്പിക്കുന്നു, വ്യാസമഹർഷിയുടെ വാക്കുകൾ പഠിപ്പിക്കുന്നു. നഹീം വൃഷം സംവനനം തൃഷ്ടലോകേഷ്ട വിദ്യതേ ദയാ മൈത്രീ ച ഭ്രദേഷ്ഠ ദാനം ച മധുരാ ച വാക്. നല്ല നല്ല വാക്കുകൾ ഉച്ചരിക്കുൻ, നല്ല വർത്തമാനം പറയുവിൻ, ദയയോടുകൂടി കഴിഞ്ഞുകൂടിൻ, സഹായങ്ങൾ ചെയ്യുവിൻ, ധർമ്മങ്ങൾ ധർമ്മനിരതരാകുവിൻ. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഈശ്വര ആരാധന. ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. സമാനീവ ആകുതി സമാന ഹൃദയാനിവ സമാനമസ്തു മനോ യഥാവസ്തു സഹാസിദി. എങ്ങനെ ആയാലാണോ ജനങ്ങളിൽ ഐകമത്യം സംഭവിക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുക ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ധർമ്മമാണ്. നമ്മളുടെ ധർമ്മം ചെയ്യുന്നവരായി മാറുക. തമ്മിലടിക്കാനോ കൊലയും കൊള്ളിവെപ്പ് നടത്താനോ ആരുടെയെങ്കിലും പ്രേരണയുടെ പേരിൽ അതിന് കൂട്ടുനിൽക്കാനോ നമ്മൾ ചെയ്യരുത്. ചിലപ്പോൾ ഒരു വീടിന്റെ അത്താണിയായിരിക്കും മരണപ്പെട്ടു പോകുന്നത്, കൊലക്കിരയാകുന്നത്. ഒരു പാവപ്പെട്ട സഹോദരൻ, മനുഷ്യത്വത്തോടെ നമ്മൾ കരുണ കാണിക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. പച്ച മാവിലേക്ക് എറിഞ്ഞ, പച്ച വൃക്ഷത്തിലേക്ക് എറിഞ്ഞ കായ് കനികൾ അത് പാകമാകുന്നതിന് മുമ്പ് ആ വൃക്ഷത്തെ വേദനിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് താക്കീത് നൽകിയെങ്കിൽ, പ്രാവിൻ കൂട്ടത്തിൽ നിന്ന് കുഞ്ഞുമക്കളെ മാത്രം എടുത്തുകൊണ്ടുവന്ന അറബി കൂട്ടുകാരനോട് നബി തങ്ങൾ അതതിന്റെ അമ്മയുടെ അരികിലേക്ക് തന്നെ കൊണ്ടുവെക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, എറുമ്പിൻ കൂട്ടത്തെ കത്തിച്ചു കളഞ്ഞ അഗ്നിക്കരയാക്കിയ
കാട്ടറബികളോട് ആരാണ് ഈ എറുമ്പിൻ കൂട്ടത്തെ കത്തിച്ചത് എന്ന് ചോദിക്കുകയും എറുമ്പിൻ കൂട്ടങ്ങളോട് കരുണ കാട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും ദ്രോഹിക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരോടും വിദ്വേഷം വെച്ച് പുലർത്താൻ പഠിപ്പിക്കുന്നില്ല. എല്ലാവരോടും സമന്വയം, സമാധാനം, സന്തോഷം, സഹിഷ്ണുത, ഈ നിലപാടെടുക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാം മനുഷ്യരാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ മതം, അവർക്ക് അവരുടെ മതം. ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ അന്തസത്തയും മൂല്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കട്ടെ. All person equally entitled to freedom of conscience and right to freely profess, practice and propagate religion. ഓരോ മനുഷ്യനും ഇന്ത്യൻ ഭരണഘടനയെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. ഭാരതീയരാണ് നമ്മൾ, ഭാരതത്തിന്റെ മക്കളാണ് നമ്മൾ, ഭാരതത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്, ഭാരതത്തിന്റെ നിയമത്തെ അംഗീകരിക്കുന്നവരാണ്. ഭാരതത്തിന്റെ നിയമപുസ്തകം നമ്മുടെ ചങ്കല ചോരയാണെങ്കിൽ അതിൽ എഴുതി വെക്കപ്പെട്ട തത്വങ്ങളാണിത്. ഓരോ മനുഷ്യനും, ഓരോ ഇന്ത്യക്കാരനും, ഓരോ പൗരനും അവന്റെ നിയമം അനുസരിച്ച് അവന്റെ ദൈവത്തെ, അവൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ, അവന്റെ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ജീവിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് പ്രബോധനം ചെയ്യുക, അതുമായി ബന്ധപ്പെടുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് മഹത്തായ ഇന്ത്യൻ ഭരണഘടനയുടെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു വഴികളെ നമ്മൾ സ്വീകരിക്കുക. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതാണ് നമുക്ക് വേണ്ടത്. ഭാരത രാജ്യത്തെ സ്നേഹിച്ചത് മുസ്ലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഭാരതത്തോട് അവർക്ക് ഒരു നിലയ്ക്കും ഒരു വിദ്വേഷമോ പ്രയാസങ്ങളോ ഇല്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ റഹ്മഹുല്ലാ ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ നാടിനെ കുറിച്ച് പോലും പറഞ്ഞില്ലേ, മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ഭൈർ രഖനാ, ഹിന്ദി ഹൈ ഹം വതൻ ഹൈ ഹിന്ദോസിതാ ഹമാരാ. चिश्ती ने जिस ज़मीं में पैगाम हक़ सुनाया, नानक ने जिस चमन में वहदत का गीत गाया. मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है. मधुरा जननगर है, आशिक़ी दिलबरी है, आरज़ू सीका. ബഹുമാനപ്പെട്ട മൗലാന മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി വിജയത്തിന്റെ വീതിയോതിയെങ്കിൽ, ബഹുമാനപ്പെട്ട ഗുരുനാനക് ഐക്യത്തിന്റെ പാട്ട് പാടിയെങ്കിൽ, മേരാ വതൻ വഹി ഹേ, ആ മണ്ണ് തന്നെയാണ് എൻ്റെ മണ്ണ്. മേരാ വതൻ വഹി ഹേ, ആ മണ്ണ് തന്നെയാണ് എൻ്റെ മണ്ണ്. ആരാ പാടിയത്? ഒരു മദ്ഹബും പഠിപ്പിക്കുന്നില്ല, ഒരു സമുദായവും കൽപ്പിക്കുന്നില്ല. മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ഭൈർ രഖനാ, ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദോസിതാ ഹമാരാ. ഒരു സമുദായവും തമ്മിലടിക്കാനോ, ഒരു സമുദായവും പകയോടുകൂടി പ്രവർത്തിക്കാനോ, ഒരു സമുദായവും വിദ്വേഷം വെച്ച് പുലർത്താനോ പഠിപ്പിക്കുന്നില്ല. ഹിന്ദി ഹേ ഹം, നമ്മൾ ഇന്ത്യക്കാരാണ്. ഹിന്ദോസിതാ ഹമാരാ, ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്. മധുരാ ജനനഗർ ഹേ, ആശിഖീ ദിൽബരി ഹേ, ആർജോ സീകാ. കൃഷ്ണൻ ജനിച്ച മധുരാ പട്ടണം, ഹിന്ദു സഹോദര, അതൊരു സ്നേഹത്തിന്റെ പട്ടണമെന്ന് പാടിയത് ഒരു മുസ്ലിം അല്ലയോ? ഒരു മുസ്ലിമാണ്. എത്രത്തോളം സ്നേഹം! ഈ പരിശുദ്ധമായ കാസർഗോഡിന്റെ മണ്ണിൽ കാല് ചവിട്ടാൻ അറബികൾക്ക് സൗകര്യം കൊടുത്തത് ബഹുമാനപ്പെട്ട ഹിന്ദു സഹോദരങ്ങളല്ലയോ? അതിനുള്ള വഴികൾ കൊടുത്തതും അവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തതും. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, അവിടെ കൊലവിളിയില്ല, അവിടെ വർഗീയതയില്ല. ഇന്നും കേരളത്തിന്റെ എത്രയോ നാടുകളിൽ, എത്രയോ സ്ഥലങ്ങളിൽ ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ ഒന്നായിരുന്നു കൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഈ വിനീതൻ കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട് പ്രസംഗിക്കാൻ പോയപ്പോ, പാലക്കാട് മണ്ണാർക്കാട്ടിൽ പ്രഭാഷണത്തിന് പോയപ്പോ 20 സ്വാമിമാരാണ് ആ പരിപാടി നിയന്ത്രിക്കാൻ വാളണ്ടിയർ ആയിട്ടുള്ളത്. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. എന്നോട് അതിന്റെ സംഘാടകർ, മുസ്ലിം സംഘാടകർ പറഞ്ഞു, ഉസ്താദെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 20 സ്വാമിമാർ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി 2-2.5 ഏക്കർ ജാഗ, സ്ഥലം എല്ലാം കാടുകൾ തെളിച്ചു കൊടുത്ത് വൃത്തിയാക്കിയത് സ്വാമിമാർ. ആ സ്ഥലം കൊടുത്തത് ഹിന്ദു സഹോദരങ്ങൾ. 5 ദിവസത്തെ പ്രഭാഷണങ്ങൾ, ആയിരങ്ങൾ പങ്കെടുത്ത പരിപാടികളിൽ പരിപൂർണമായി ഹിന്ദു സഹോദരങ്ങൾ ഒരുമിച്ചിരുന്ന പ്രഭാഷണങ്ങൾ കേട്ടു. ആ ഒരു ഐക്യവും ആ ഒരു സാഹോദര്യം നമുക്കുണ്ടാകണം. ആരെങ്കിലും പണത്തിന്റെ കൊഴുപ്പ് തിമറ് കാണിച്ചുകൊണ്ട് സാധുക്കളെ വെട്ടാനോ കൊല്ലാനോ നമ്മളോട് കൽപ്പിച്ചാൽ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കരുത്. കാരണം ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മരിച്ചുപോയാൽ അവൻ ചെയ്ത ധർമ്മം കൊണ്ടേ അവന് പ്രയോജനപ്പെടൂ എന്നാണ് വിശ്വാസ പ്രമാണം.
പരിശുദ്ധ ഇസ്ലാം മരിച്ചുപോയാൽ നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ ഹിന്ദുക്കളും വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹിന്ദു സഹോദരങ്ങൾക്ക് ഇനി ഒരു പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവരുടെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കും. അവർക്കൊരു പുനർജന്മമുണ്ട്. അവരെന്തിനാണ് വൈകിട്ട് പ്രാർത്ഥിക്കുന്നത്? അവരുടെ പ്രാർത്ഥന എന്താണ്? നരനായി ഇങ്ങനെ ജനിച്ചോ ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ഹിന്ദു സുഹൃത്തുക്കൾ പാടുന്ന എന്താ അർത്ഥം? നരകത്തിൽ നിന്ന് കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഞാനിവിടെ ഒരു നരകതുല്യ ജീവിതമാണ് നയിക്കുന്നത്. ഹിന്ദു സഹോദരന്റെ പ്രാർത്ഥനയാണ്. കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാം, മഹിമാതൻ കോയിലേ കൈതൊഴാം, തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം. അവിവേകശാലികൾ പാവികൾ ഞങ്ങൾ അഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ, അഖില പ്രകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണം മാപ്പ് നീശ്വര. ഹിന്ദു സഹോദരങ്ങളെ പ്രാർത്ഥിക്കുകയാണ് സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? മൃതം ശരീരമുത്സൃജ്യ കാഷ്ടലോഷ്ട സമംശിതോ വിമുഖ ബാന്ധവയാന്തി ധർമ്മസ്തമനുഗച്ഛതി. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ, ഒരു ഹൈന്ദവ സഹോദരൻ അവൻ മരിച്ചുപോയാൽ അവന്റെ ധർമ്മമല്ലാതെ അവനോടൊപ്പം അനുഗമിക്കുകയില്ല. ഹൈന്ദവ പുരാണമാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളോ, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശിവാസിയാണല്ലോ, അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങളുടെ വിശ്വാസം എന്താ? എന്റെ ജീവിതം ഇവിടെയല്ല, ഞാൻ പരലോകത്തേക്കുള്ളവനാണ്. എന്റെ ദേശം ഇവിടെയല്ല, എന്റെ ദേശം അവിടെയാണ്, അക്കരയാണ്. അക്കരെ എവിടെയാണ്? നാളെ ഒരു പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം. യഹോവയല്ലാതൊരു ദൈവമില്ല. യഹോവയെ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് യഹോവ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല, ആ അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. തിമോത്തയോസ് എഴുതിയ ലേഖനത്തിൽ കാണാം, നിങ്ങൾക്കാർക്കും കാണാൻ കഴിയാത്തവനാണ് ദൈവം, പക്ഷെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആഴങ്ങൾ തേടുന്നു ദൈവം, ആത്മാവെ നേടുന്നു ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, അന്തരംഗം കാണും ദൈവം. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് കാണുന്നവനാണ് ദൈവം. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹ്.